ക്യാപ്സിക്കത്തിന്റെ കിടിലൻ വെറൈറ്റി വിത്തുകളുമായിട്ടാണ് ഇന്ന് റിച്ചസ് ഗാർഡൻ ഔട്ട്ലെറ്റ് നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ ക്യാപ്സിക്കം എന്നത് ഒരു ശീതകാല പച്ചക്കറി വിള ആയതുകൊണ്ട് തന്നെ നടുകയാണെങ്കിൽ ഇപ്പോൾ നട്ടാൽ നല്ല വിളവ് കിട്ടും. അപ്പോൾ ക്യാപ്സിക്കത്തിന്റെ വെറൈറ്റി സാമ്പിൾസ് ചിലത് നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു അൺബോക്സിംഗ് വീഡിയോ കൂടിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും റിച്ചസ് ഗാർഡൻ ഔട്ട്ലെറ്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ദിവസവും കൃഷി അറിവുകൾക്കായി നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം പച്ചക്കറി വിത്തുകൾ തേടി ഇനി അലയേണ്ട ആവശ്യമില്ല, എല്ലാം കൂടി ഒറ്റ കുടക്കഴിയിൽ. അപ്പോൾ ഇനി നിങ്ങളുടെ വീട്ടിൽ പച്ചക്കറി വിത്തുകൾ എത്തും. അതിന് വേണ്ടിയിട്ട് നമുക്ക് വാട്സപ്പ് ചെയ്യുക. അതും വെറൈറ്റി ഇനം ഹൈബ്രിഡ് വിത്തുകളും ലഭ്യം. ഇതാണ് നമ്മൾ പാർട്ടിയുടെ കയ്യിൽ നിന്ന് സാമ്പിൾ കളക്ട് ചെയ്ത ചില ക്യാപ്സിക്കം വെറൈറ്റീസ്. അപ്പോൾ ഈ വിത്തുകളെല്ലാം ഇനി നിങ്ങളിലേക്കും എത്തും, പക്ഷേ ടെസ്റ്റ് ചെയ്ത് വിജയിച്ച ശേഷം മാത്രം. കാരണം 100% മുളയ്ക്കുമെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രമാണ് നമ്മൾ വിത്തുകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാറുള്ളൂ. കാരണം പല ഓൺലൈൻ സൈറ്റുകളിൽ നിന്നും വിത്തുകൾ വാങ്ങുമ്പോഴും പഴകിയ വിത്തുകളാവാൻ ചാൻസ് ഉണ്ട്. മുളയ്ക്കുമില്ല, വേണ്ടത്ര വിളവും ലഭിക്കില്ല. അപ്പോൾ നമുക്ക് തൃപ്തികരമായ റിസൾട്ട് കിട്ടിയാൽ മാത്രമാണ് ആവശ്യക്കാർക്ക് നമ്മൾ വഴി വിത്തുകൾ എത്തിക്കുന്നുള്ളൂ. അപ്പോൾ ഏതൊക്കെ ക്യാപ്സിക്കം വിത്തുകളാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ നിലവിലുള്ളത് എന്ന് വഴിയെ കാണാം. അതിനു മുൻപ് ഇന്നത്തെ വിഷയം ക്യാപ്സിക്കം ആയതുകൊണ്ട് തന്നെ ക്യാപ്സിക്കം കൃഷി രീതി ചെറുതായിട്ടൊന്ന് വിവരിക്കാം. അപ്പോൾ ഒരൊറ്റ ക്യാപ്സിക്കം ചെടി 4 മാസത്തോളമാണ് വിളവ് തരുന്നത്. അപ്പോൾ വിത്ത് ട്രേകളിൽ പാകി മുളപ്പിച്ച ശേഷം 1 മാസം പ്രായമാകുമ്പോഴാണ് ഗ്രോ ബാഗിൽ നിലത്തോ മാറ്റി നടുന്നത്. ക്യാപ്സിക്കം ആയതുകൊണ്ട് തന്നെ അതിൻ്റെ വളപ്രയോഗവും ഒപ്പം പോട്ടി മിക്സും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിന് നമ്മൾ കുമ്മായം ഇട്ട് ട്രീറ്റ് ചെയ്ത മണ്ണ് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അതിലേക്ക് നമ്മൾ മണ്ണിൻ്റെ ഇളക്കത്തിന് വേണ്ടിയിട്ട് ഒന്നിലെ ചകിരിച്ചോറ്, ഇല്ലെങ്കിൽ ഉമി, ഇല്ലെങ്കിൽ മണൽ, ഇതിൽ 3-ൽ ഏതെങ്കിലും ഒന്ന് ഈ മണ്ണിൻ്റെ കൂടെ ചേർത്തിരിക്കണം. അതും 1:1 എന്ന റേഷ്യോയിലാണ് ചേർക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ അടിവളമാണ് ചേർക്കാൻ പോകുന്നത്. അടിവളം എന്ന് പറയുന്നത് ഒന്നിലെ ചാണകപ്പൊടി ഇല്ലെങ്കിൽ കോഴിവളം ഉപയോഗിക്കാം. അതിൻ്റെ കൂടെ വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും കൂടി ചേർക്കാം. ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പല വീഡിയോകളിലായിട്ട് പറഞ്ഞതാണ്. സംശയമുള്ളവർക്ക് നമ്മളോട് വാട്സപ്പിലോ അല്ലെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കാം. അങ്ങനെ ഇങ്ങനെ സെറ്റ് ചെയ്ത പോട്ടി മിക്സ് നമ്മൾ ഗ്രോ ബാഗിൽ 4 ദിവസമെങ്കിലും നനച്ചു. 4 ദിവസത്തിന് ശേഷം നമ്മൾ വൈകുന്നേരങ്ങളിലാണ് ചെടിയുടെ തൈകൾ മാറ്റി നടുന്നത്. അങ്ങനെ മാറ്റി നട്ട ശേഷം ഒരാഴ്ച തണലത്തേക്ക് നീക്കി വച്ചേക്കണം. പിന്നെ നമ്മൾ ഒരാഴ്ചയിൽ എല്ലാ ദിവസവും നനച്ചു കൊടുക്കണം. പിന്നെ തൈ നട്ട് ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും ജൈവവളം ആഡ് ചെയ്യണം. പിന്നെ നല്ല വളക്കൂറുള്ള മണ്ണിലാണ് ക്യാപ്സിക്കം നന്നായിട്ട് വിളവ് തരുന്നുള്ളൂ, അതുപോലെ നല്ല വലിപ്പം വെക്കുന്നുള്ളൂ, പിന്നെ തിളക്കവും ലഭിക്കും. അടുത്തതായി ശ്രദ്ധിക്കേണ്ടത് ക്യാപ്സിക്കം പൂവിട്ട് കഴിഞ്ഞാൽ ആദ്യം ഉണ്ടാകുന്ന പൂക്കൾ നമ്മൾ പറിച്ചു കളയണം. അപ്പോൾ രണ്ടാമതുണ്ടാകുന്ന പൂക്കളാണ് നല്ല വലിപ്പമുള്ളതും തിളക്കമുള്ളതുമായിട്ട് മാറുന്നത് കണ്ടിട്ടുള്ളത്. സാധാരണ മുളക് ചെടികളെ പോലെ തന്നെ ഇതിനും കുരുടിപ്പ് ബാധിക്കാൻ അല്ലെങ്കിൽ മുരടിപ്പ് ബാധിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏകദേശം ഒരാഴ്ച ഇടവിട്ട് വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം ഈ ചെടികളിൽ തളിച്ചു കൊടുക്കും. നമ്മുടെ വീട്ടുമുറ്റത്ത് ക്യാപ്സിക്കം പല നിറത്തിൽ ഇങ്ങനെ ഉണ്ടായി കിടക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അപ്പോൾ ചിലരുണ്ട് മുളക് ചെടികൾ മാത്രം സ്നേഹിക്കുന്നവർ. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ഇനി നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഏതൊക്കെ വിത്തുകളാണെന്ന് ഇതാണ് സംഭവം. ഇനി പരീക്ഷിച്ച് നോക്കിയ ശേഷം ഉടനെ നിങ്ങളിലേക്ക് എത്തും. അപ്പോൾ നമ്മുടെ കയ്യിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിത്തുകൾ ഇവയാണ്. ആദ്യമായിട്ട് ക്യാപ്സിക്കത്തിൻ്റെ യെല്ലോ വെറൈറ്റി ഹൈബ്രിഡ് ഇനം. ഇതിൽ നമുക്ക് നിലവിൽ 5 സീഡുകളാണ് ഉള്ളത്. എത്ര എണ്ണം മുളയ്ക്കും എന്നൊക്കെ നമുക്ക് വഴിയെ നോക്കാം. ഇനി ക്യാപ്സിക്കത്തിൻ്റെ റെഡ് വെറൈറ്റി ആണ്. ഇത് 10 സീഡാണ് നമുക്ക് തന്നിരിക്കുന്നത്. അടുത്തതായിട്ട് ക്യാപ്സിക്കത്തിൻ്റെ ചോക്ലേറ്റ് വെറൈറ്റി. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഫോട്ടോ ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കാം. നെക്സ്റ്റ് ചില്ലിയുടെ ഹെബാനറോ റെഡ് കളറാണ്. 10 സീഡ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതൊക്കെ നമ്മൾ ഇനി വിത്ത് പാകി മുളപ്പിച്ച് നോക്കിയ ശേഷം നിങ്ങളിലേക്ക്. നെക്സ്റ്റ് ബുള്ളറ്റ് ചില്ലിയുടെ ഹൈബ്രിഡ് വെറൈറ്റി ആണ്. ഇത് നമുക്ക് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ആ ഫോട്ടോയിൽ കാണുന്ന ഒരു ചില്ലിയാണ്. നെക്സ്റ്റ് ബ്രിഞ്ചാളിൻ്റെ വൈറ്റ് റൗണ്ട് H25 ഹൈബ്രിഡ് സീഡ്സ് ആണ്. അപ്പോൾ ഇതും നമ്മളൊന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് കളക്ട് ചെയ്തതാണ്. നിലവിൽ ഇത്രയും സീഡ്സ് ആണ് നമ്മൾ കൈപ്പറ്റിയിരിക്കുന്നത്. അപ്പോൾ ഇനിയും നമ്മൾ സീഡ്സ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് അൺബോക്സിംഗ് വീഡിയോയിൽ അതും ഈ സീഡ്സ് ഒക്കെ നമ്മൾ പൊട്ടിച്ച് നോക്കി. നമ്മൾ 5 സീഡ്സ് എന്ന് പറഞ്ഞെടുത്ത് 5 സീഡ്സ് അല്ല, അതിൽ കൂടുതൽ അവർ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ മുളപ്പിച്ച് അങ്ങനെ സീഡ്സ് ഒക്കെ കണ്ട് നമുക്ക് വളരെയധികം തൃപ്തിയായി. ഇനി നമ്മളിത് ട്രേകളിലേക്ക് പാകി മുളപ്പിക്കാൻ പോകുകയാണ്. ഇനി ഈ ട്രേകളിൽ സീഡ്ലിംഗ് മിക്സ് എടുത്ത ശേഷം നമ്മളത് നന്നായിട്ട് നനച്ച് കൊടുക്കുകയാണ്. അപ്പോൾ റിച്ചസ് ഗാർഡൻ ഔട്ട്ലെറ്റിൽ നിന്നും സീഡ്ലിംഗ് മിക്സ് അവൈലബിൾ ആണ്. അപ്പോൾ സീഡ്ലിംഗ് മിക്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചെടി വിത്ത് മുളയ്ക്കുമ്പോൾ തന്നെ നല്ല കരുത്തോടു കൂടി മുളച്ച് വരണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സീഡ്ലിംഗ് മിക്സ് നിങ്ങൾക്കായി പ്രൊവൈഡ് ചെയ്യുന്നത്. വിത്തുകളൊക്കെ ട്രേകളിൽ നല്ല ഭംഗിയായിട്ട് പാകിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓരോന്നിൻ്റെ നേരം പേരുകൾ എഴുതി ഒട്ടിച്ചിട്ടുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, നമുക്കിതൊന്ന് ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് ഏതിൻ്റെ തൈയാണ് ഈ മുളച്ചിരിക്കുന്നത് എന്നത് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ചെയ്ത് വെക്കുക.
വിത്തുകൾ പാകുമ്പോൾ അതിൻ്റെ നേരെ ഒരു പേര് എഴുതി ഒട്ടിച്ചിട്ട് അതിൻ്റെ ഫോട്ടോ എടുത്ത് വെക്കാം. ഇനി ഈ വിത്തുകൾക്ക് മേലെ നമ്മൾ കുറച്ച് സീഡ്ലിംഗ് മിക്സും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത ശേഷം അല്പം നനച്ച് കണലത്തേക്ക് മാറ്റി വെക്കുക. ഒരു ചാക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വെച്ചൊന്ന് മൂടി വെച്ചേക്കാം. 2-3 ദിവസം അങ്ങനെ മൂടിയിരുന്നത് ഒരു പ്രശ്നമില്ല. ആ ഒരു ഈർപ്പവും ഹ്യൂമിഡിറ്റിയും നിലനിൽക്കുമ്പോൾ തന്നെ വിത്തുകൾ പെട്ടെന്ന്. ഒരു കാര്യം പ്രത്യേകം പറയട്ടെ, നമ്മുടെ കയ്യിൽ നിന്ന് ക്യാപ്സിക്കത്തിൻ്റെ വിത്തുകൾ ആവശ്യമുള്ളവർ നിലവിൽ ഒരാഴ്ച മുൻപെങ്കിലും മുൻകൂട്ടി ബുക്ക് ചെയ്യണം. വിത്ത് ഓർഡർ ചെയ്ത് 2 ആഴ്ചയ്ക്ക് ശേഷം മാത്രമാണ് വിത്തുകൾ അവൈലബിൾ ആയിരിക്കും. പക്ഷേ അതെല്ലാം ഇതിൻ്റെ അപ്ഡേറ്റഡ് വീഡിയോ വന്നതിന് ശേഷം. കാരണം ഈ വിത്തുകൾ മുളയ്ക്കുന്നത് കരുത്തോടു കൂടിയാണോ, എത്ര എണ്ണം മുളയ്ക്കും എന്നൊക്കെ നമ്മൾ പരീക്ഷിച്ച ശേഷം നിങ്ങളെ അപ്ഡേറ്റഡ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. അന്നേരം നിങ്ങൾക്ക് ക്യാപ്സിക്കത്തിൻ്റെ വിത്തുകൾ ഓർഡർ നമ്മുടെ ചാനൽ വഴി നിലവിൽ 40 ഇനം പച്ചക്കറി വിത്തുകൾ വിതരണം ചെയ്യുന്നുണ്ട്. വെറൈറ്റി വിത്തുകളാണ്, ഹൈബ്രിഡ് വിത്തുകളുണ്ട്. അപ്പോൾ ഇവയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് മാത്രം അയക്കുക. ദയവായി കോളുകൾ. പിന്നെ സീഡ്ലിംഗ് മിക്സ് വിത്തുകൾ കരുത്തോടു കൂടി വളരുന്നതിന് വേണ്ടിയിട്ട് സീഡ്ലിംഗ് മിക്സിന്റെ ഹെൽത്ത് ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗാർഡൻ വഴി സീഡ്ലിംഗ് മിക്സും അവൈലബിൾ. അറിയാത്തവർക്ക് വേണ്ടി പറയാണ്, സീഡ്ലിംഗ് മിക്സ് എന്ന് പറഞ്ഞാൽ വിത്ത് പാകി മുളപ്പിക്കുന്ന വീഡിയോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഒപ്പം ഷെയർ ചെയ്യുക. പിന്നെ കൃഷി അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണും വരേക്കും നന്ദി, നമസ്കാരം.